നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടെ പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച തുർക്കിയുടെ ഇരട്ടത്താപ്പ് അത് ഇന്ത്യക്ക് മറക്കാനാകില്ല. ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇന്ത്യക്കൊപ്പം പല രാജ്യങ്ങൾ അണിചേരുന്നു, പാകിസ്ഥാനൊപ്പം പല രാജ്യങ്ങൾ അണിചേരുന്നു. പക്ഷെ തുർക്കിയുടെ നിലപാട്, അതായത് പാകിസ്ഥാനെ അനുകൂലിച്ചുകൊണ്ട് തുർക്കി സ്വീകരിച്ച നിലപാട്, അത് വളരെ വലിയൊരു നന്ദികേടായിട്ടാണ് നമ്മുടെ രാജ്യം വിലയിരുത്തുന്നത്. കാരണം ഒരു ആപത്ഘട്ടത്തിൽ തുർക്കിയെ ആദ്യം സഹായിക്കാൻ എത്തിയവരിൽ ഇന്ത്യയും ഉണ്ടായിരുന്നു. ആ ഇന്ത്യയോടാണ് ഇത്തരത്തിലൊരു നിലപാട് തുർക്കി സ്വീകരിച്ചത്. അത് രാജ്യത്തിന് ഏൽപ്പിച്ച ഒരു മുറിവ്, അല്ലെങ്കിൽ മുറിവ് എന്നതിലുപരി രാജ്യത്തിനത് വലിയ ഒരു അസ്വാരസ്യമാണ് ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്നാലും തുർക്കിക്കെതിരെയുള്ള നടപടികൾ നമ്മുടെ രാജ്യം കടുപ്പിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമ്മുടെ രാജ്യം തുർക്കിക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നത്, തുർക്കി കമ്പനിക്കെതിരെ വീണ്ടും കടുത്ത നടപടിക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. തുർക്കി എയർലൈൻസുമായുള്ള കരാർ റദ്ദാക്കാൻ ഇൻഡിഗോയ്ക്ക് DGCA നിർദ്ദേശം നൽകി. DGCAയുടെ ഈ നിർദ്ദേശം തുർക്കിക്ക് കനത്ത തിരിച്ചടിയായി മാറി. 3 മാസത്തിനകം ബോയിങ് 777 വിമാനങ്ങൾ വാടകയ്ക്കെടുത്ത കരാർ റദ്ദാക്കിയിരിക്കണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഇൻഡിഗോ കമ്പനി 6 മാസത്തെ സമയമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ കേന്ദ്രം 6 മാസത്തെ സമയം അനുവദിക്കുന്നത് നിഷേധിച്ചു. മാത്രമല്ല, ഇനി കരാർ നീട്ടരുത് എന്ന് DGCA നിർദ്ദേശിക്കുകയും ചെയ്തു. നേരത്തെയും ഇത്തരത്തിലൊരു നടപടി, അതായത് തുർക്കിക്കെതിരെയുള്ള നടപടികൾ നേരത്തെയും നമ്മുടെ രാജ്യം സ്വീകരിച്ചിരുന്നതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഈ ഒരു തീരുമാനവും കൂടി നമ്മുടെ രാജ്യം തുർക്കിക്കെതിരെ സ്വീകരിച്ചിരിക്കുന്നു. നേരത്തെ സ്വീകരിച്ചത് തുർക്കി കമ്പനിയായ സെലബിയയുമായുള്ള വിമാനത്താവളങ്ങളെ ഗ്രൗണ്ട് ഹാൻഡലിംഗ് കരാറും റദ്ദാക്കിയിരുന്നു. യാത്രകൾ ബഹിഷ്കരിച്ച് ഇന്ത്യൻ വിനോദസഞ്ചാരികളും തുർക്കിക്ക് കനത്ത തിരിച്ചടി നൽകിയിരുന്നു. ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ അവരുടെ വരവ് കുറഞ്ഞതോടെ തുർക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിനിടെ പാകിസ്ഥാൻ അനുകൂലമായി തുർക്കി നിലപാട് സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ച് ഇന്ത്യ തുർക്കിയെ പൂർണ്ണമായി ബഹിഷ്കരിക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു, അത്തരത്തിലുള്ള നിലപാടുകൾ കടുപ്പിക്കുന്നു. എന്തായാലും ഈ ടൂറിസം മേഖലയിൽ തുർക്കിക്ക് കനത്ത തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർ ഇനി അവിടേക്ക് പോകില്ല, തുർക്കിയെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് തിരഞ്ഞെടുക്കില്ല എന്നതടക്കമുള്ളൊരു തീരുമാനം ഇന്ത്യ സ്വീകരിച്ചതോടെ തീർച്ചയായിട്ടും തുർക്കിക്ക് ആ മേഖലയിൽ കനത്ത തിരിച്ചടി ഉണ്ടായി എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ വന്നതാണ്. ഗ്രീസും ഈജിപ്തുമാണ് ഇന്ത്യക്കാർ തുർക്കിക്ക് പകരം ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത്. 2024 3.3 ലക്ഷം ഇന്ത്യക്കാരാണ് തുർക്കി സന്ദർശിച്ചത്. ഇതേ കാലയളവിൽ 2.4 ലക്ഷം ഇന്ത്യക്കാർ അസർബൈജാനും സന്ദർശിക്കുകയുണ്ടായി. ഇത് ഈ രാജ്യങ്ങളുടെ ടൂറിസം സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ രീതിയിലുള്ള വളർച്ചയാണ് നൽകിയത്. കഴിഞ്ഞ വർഷം മാത്രം തുർക്കിയുടെയും അസർബൈജാന്റെയും ടൂറിസം സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇന്ത്യക്കാരുടെ മാത്രം സംഭാവന 69 ബില്യണിലധികമായിരുന്നു. പാകിസ്ഥാന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതോടെ വൻ തിരിച്ചടിയാണ് തുർക്കിക്ക് കിട്ടിയത്. എർദോഗാന്റെ തുർക്കി പാകിസ്ഥാൻ പക്ഷപാതികളാണ്. പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന, പാകിസ്ഥാനു വേണ്ടി നിലകൊള്ളുന്ന, പാകിസ്ഥാൻ അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന തുർക്കി. പഹൽഗാം ആക്രമണത്തിന് ശേഷം ലോകം മുഴുവൻ ഭീകരവാദത്തെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തിന് അമേരിക്ക, റഷ്യ പോലുള്ള രാജ്യങ്ങളിലെ നേതാക്കന്മാർ അടക്കം രംഗത്ത് വന്ന് ഈ ഒരു പാകിസ്ഥാന്റെ നിലപാടിനെ, അല്ലെങ്കിൽ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തെ അപലപിക്കുകയും തള്ളിപ്പറയുകയും ചെയ്തു. എന്നാൽ തുർക്കി ആകട്ടെ അത്തരത്തിൽ യാതൊരു നടപടിയും നിലപാടും സ്വീകരിച്ചില്ല. മാത്രമല്ല, ഇസ്താംബൂൾ ഇസ്ലാമാബാദ് ബന്ധം തുർക്കി തുടരുകയും ചെയ്തു. മാത്രമല്ല, ഈ ഇന്ത്യ ആക്രമിച്ചിട്ട പാകിസ്ഥാന്റെ പല ആയുധങ്ങളും അത് തുർക്കി പാകിസ്ഥാന് നൽകിയ ആയുധങ്ങളാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതായത് ഇന്ത്യയെ ആക്രമിക്കാൻ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങളും തുർക്കിയുടേതാണ് എന്നത് സാരം. പാകിസ്ഥാന്റെ F-16 വിമാനങ്ങളുടെ അപ്ഗ്രഡേഷൻ സഹായി കൂടെയാണ് തുർക്കി എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ എപ്പോൾ തിരിച്ചടിക്കുമെന്ന ആശങ്ക ഇസ്ലാമാബാദിനുണ്ടായിരുന്നപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വീട്ടിൽ വിളിച്ചു വരുത്തി ഉപദേശം തേടിയത് തുർക്കി അംബാസിഡറോടായിരുന്നു. അപ്പോൾ പാകിസ്ഥാന്റെയും അതുപോലെ തന്നെ തുർക്കിയുടെ ആ ബന്ധം, അവരുടെ ഒരു ബന്ധത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്ന് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2023 തുർക്കിയെ നടുക്കിയ ഭൂകമ്പത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ആദ്യം എത്തിയ രാജ്യങ്ങളിൽ ഒന്നായ ഇന്ത്യയോടാണ് തുർക്കി ഇത്തരത്തിലുള്ള നന്ദികേട് കാണിക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഓപ്പറേഷൻ ദോസ്ത് എന്നാണ് ഇന്ത്യ അന്ന് ഈ ഒരു തുർക്കിയെ സഹായിക്കാനുള്ള ഓപ്പറേഷന് പേരിട്ടത്. കോൺക്രീറ്റ് പാളികളിൽ നിന്നും മണ്ണിനടിയിൽ നിന്നും എത്രയോ പേരെയാണ് ഇന്ത്യ അന്ന് പുറത്തെടുത്ത് തുർക്കിക്ക് സഹായഹസ്തമായി നിന്നത്. എന്നിട്ടും തുർക്കി ഒരു ആപത്ഘട്ടത്തിൽ ഇന്ത്യയോട് കാണിച്ചത് തീർച്ചയായിട്ടും അത് അംഗീകരിക്കാൻ കഴിയാത്തൊരു നിലപാട് തന്നെയാണ് തുർക്കി ഇന്ത്യയോട് സ്വീകരിച്ചത്.
തുർക്കി എന്നും ഇന്ത്യക്കെതിരായ പാകിസ്ഥാന്റെ നീക്കങ്ങൾക്ക് പിന്തുണ നൽകുകയും ഒത്താശ നൽകുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം പാകിസ്ഥാൻ അനുകൂല നിലപാട് പരസ്യമായി സ്വീകരിച്ച് തയ്യിബ് എർദോഗാൻ രംഗത്ത് വന്നതൊക്കെ ലോകം കണ്ടിരിക്കുന്നു. എന്റെ സഹോദരങ്ങൾക്കായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്നായിരുന്നു എർദോഗാന്റെ പ്രതികരണം. ഇന്ന് ലോകത്തെ ഏറ്റവും അധികം ശത്രുക്കളുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നായി തുർക്കി മാറിയിരിക്കുകയാണ്. മാത്രമല്ല അയൽ രാജ്യങ്ങൾക്ക് എങ്ങനെ പണികൊടുക്കാമെന്ന് ആലോചിച്ച് നടക്കുന്ന ഒരു രാജ്യമായി തുർക്കി മാറിയിരിക്കുകയാണ്. എന്തായാലും തുർക്കി നമുക്ക് നൽകിയ ഒരു തിരിച്ചടി വലുത് തന്നെയാണ്. അതിനപ്പുറമുള്ള കനത്ത തിരിച്ചടി രാജ്യം അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നതും ശ്രദ്ധേയം. എന്തായാലും പാകിസ്ഥാന് പിന്തുണ നൽകിയതോടെ തുർക്കി അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് വ്യവസായത്തെ അടക്കം ഇത് ബാധിച്ചു. ഇന്ത്യൻ വെഡ്ഡിംഗ് പ്ലാനർമാരുടെ വ്യാപക ബഹിഷ്കരണം, ഇതേ തുടർന്ന് ആഡംബര ടൂറിസത്തിന്റെ പ്രധാന ഘടകമായിരുന്ന ഈ മേഖല, അതായത് ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് മേഖല വൻ തകർച്ചയിലാണ്. ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് കേന്ദ്രങ്ങളിൽ വർഷം തോറും നടക്കുന്ന ഇന്ത്യൻ വിവാഹങ്ങൾ തുർക്കിയുടെ ടൂറിസം സമ്പദ് വ്യവസ്ഥയിലേക്ക് $140 മില്യൺ സംഭാവന ചെയ്യുന്നുണ്ടായിരുന്നു. വിവാഹിതരാകാൻ ഒരുങ്ങുന്നവരുടെ പ്രിയപ്പെട്ട ഇടങ്ങളായിരുന്നു ഇസ്താംബൂളിലെ കൊട്ടാരങ്ങൾ മുതൽ ബോഡ്രമിലെ തീരദേശ റിട്രീറ്റുകൾ വരെ. 2024 മാത്രം 50ഓളം ആഡംബര ഇന്ത്യൻ വിവാഹങ്ങൾക്ക് തുർക്കി ആതിഥേയത്വം വഹിച്ചു. ഓരോ വിവാഹത്തിന്റെയും ശരാശരി ചെലവ് $3 മില്യൺ ആയിരുന്നു. $8 മില്യൺ വരെ ചെലവ് വന്ന വിവാഹങ്ങൾ ഉണ്ടായിരുന്നു. പലപ്പോഴും ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ പ്രാദേശിക കച്ചവടക്കാർക്കും ടൂറിസവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾക്കും വലിയ രീതിയിലുള്ള നേട്ടമാണ് നൽകിയിരുന്നത്. 100 പേർ പങ്കെടുക്കുന്ന സാധാരണ തുർക്കി വിവാഹങ്ങൾക്ക് $1,600 $5,400 ഇടയിലാണ് ചെലവ്. അതേസമയം 100 അതിഥികൾ പങ്കെടുക്കുന്ന സാധാരണ ഇന്ത്യൻ വിവാഹങ്ങൾക്ക് $3,85,000 പാക്കേജുകൾ. 2018 13 ഡെസ്റ്റിനേഷൻ വിവാഹങ്ങളാണ് തുർക്കിയിൽ നടന്നത്. 2024 ആയപ്പോൾ 300% വർധനവുണ്ടായി. 50 ഡെസ്റ്റിനേഷൻ വിവാഹങ്ങൾ നടന്നു. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും പാകിസ്ഥാൻ അനുകൂലമായി തുർക്കി നിലപാട് സ്വീകരിക്കുകയും ചെയ്തതോടെ ഇന്ത്യ തന്നെ തുർക്കിയെ ബഹിഷ്കരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത് വലിയ രീതിയിൽ തന്നെയാണ് തുർക്കിക്ക് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. 2000ഓളം ടൂറിസ്റ്റ് ബുക്കിങ്ങുകളാണ് ഇതുവരെ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. 2025 നിശ്ചയിച്ചിരുന്ന 50 ഇന്ത്യൻ വിവാഹങ്ങളിൽ 30 വിവാഹങ്ങളെയും ഇത് ബാധിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇവ റദ്ദാക്കുന്നതിലൂടെ $90 മില്യൺ വരെ നഷ്ടം തുർക്കിക്കുണ്ടായേക്കുമെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം. അതേസമയം ഇന്ത്യ പാക് സംഘർഷം തുർക്കിയുടെ ടൂറിസം മേഖലയ്ക്ക് കനത്ത പ്രഹരമായി മാറി. ഭീകര ക്യാമ്പുകൾക്കെതിരെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്ക് ശേഷം പാകിസ്ഥാന് തുർക്കി പരസ്യ പിന്തുണയാണ് നൽകിയത്. ഇത് ഇന്ത്യൻ സഞ്ചാരികൾക്കിടയിൽ തുർക്കി യാത്ര റദ്ദാക്കുന്നതിന് വ്യാപക കാരണമായി. ഇതോടെ കഴിഞ്ഞ ഒരു മാസത്തിനിടെ തുർക്കി എയർലൈൻസിന്റെ ഓഹരി വില 10% ഇടിയുകയും ചെയ്തു. ഇന്ത്യൻ യാത്രക്കാർ പിൻവാങ്ങുന്നു. അതുമാത്രമല്ല ഈ തുർക്കി എയർലൈൻസിന്റെ ഓഹരി വില ഇടിയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ തുർക്കി എയർലൈൻസിന്റെ ഓഹരി വില 312.75 തുർക്കി ലിറയിൽ നിന്ന് 279.75 തുർക്കി ലിറയായി കുറഞ്ഞു. ഈ കാലയളവിൽ 10.55% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ ഫ്ലൈറ്റ് റദ്ദാക്കലുകളാണ് തുർക്കി എയർലൈൻസിന്റെ ഓഹരി വിലയെ സമ്മർദ്ദത്തിലാക്കിയത്. എന്തായാലും ഇന്ത്യ തുർക്കിക്കെതിരെയുള്ള നടപടി തുടർന്നുകൊണ്ടേയിരിക്കുന്നു, കടുപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. അതേസമയം രാജ്യം ഒരു രീതിയിലുമുള്ള ഭീകരപ്രവർത്തനങ്ങളെയും അംഗീകരിക്കില്ലെന്ന് പ്രതികരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സാധാരണക്കാരെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകിയെന്നും അതിർത്തി മേഖലയിൽ കൂടുതൽ ബങ്കറുകൾ നിർമ്മിക്കുമെന്നും പൂഞ്ച് സന്ദർശനത്തിന് ശേഷം അമിത്ഷാ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.